ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച്. എന്ത് അമ്മ പഠിച്ചോ? ചലഞ്ച്. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ്? നമ്മുടെ വീഡിയോയുടെ പേരാണ് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച്. എന്ത് അമ്മ പഠിച്ചോ? ചലഞ്ച്. അത്ര പേരുള്ളൂ കേട്ടോ. അമ്മ പഠിച്ചു. അപ്പോൾ ഈ ഇൽട്രയ്ക്ക് വേണ്ടി കാത്തിക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ചാണ്. ഒപ്പം കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, ഹേട്ടറെ നമ്മൾ ഇട്ട് ഹാഫ് ടൈം വരെ നമ്മൾ ഇട്ട് നോക്കിയിരിക്കുന്നു. ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫ് ഉള്ളിൽ ഞാൻ അവനിട്ട് നോക്കിയിരിക്കണം. അതിന്റെ പക ഞാൻ അത് എല്ലാവരും കൂടിയാണ്. ഒറ്റയ്ക്ക് വരണം, ഒറ്റയ്ക്ക് ഞാനൊക്കെ ഒറ്റയ്ക്ക് പൊരുത്തനാണ്. പിന്നെ എല്ലാവരും പോടെ. അപ്പോൾ ചലഞ്ച് എന്താ പറയുക? ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച്. ഇത് പറയുമ്പോഴേക്കും എന്തോ ഓർമ്മ നമ്മളെ മറ്റേ ആരെ പാട്ടാണ്? അമ്മക്കൊക്കെ പറഞ്ഞ് ശരിയായി കൊടുത്തിട്ട് ഏതൊരു കവിന്റെ ഒരു പാട്ടാണ്. കവിന്റെ പേരൊന്നും അവന് അറിയില്ല. മലയാളത്തിന് കോപ്പി വെച്ചോണ്ടല്ലേ കവിയുടെ പേരൊക്കെ എഴുതി കൊണ്ടേ അങ്ങനൊന്നുമില്ല, അത് വെറുതെ പറയാം. നമ്മള് കവികളെ പേരൊക്കെ മലയാളം പരീക്ഷയ്ക്ക് അങ്ങനെ എഴുതുക. കേരളത്തിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ അങ്ങനെ ചെയ്ത കവി മറ്റൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലോഗോ ടൈപ്പാണ്. മലയാളം പരീക്ഷയ്ക്ക് കോപ്പി വെച്ചവനാണ് ഈ പറയുന്നത്. മലയാളം പരീക്ഷയ്ക്ക് കോപ്പികൾ. അപ്പൊ ഈ കോപ്പിന്റെ വീഡിയോന്റെ ലിങ്ക് നമ്മൾ അടി കൊടുക്കുന്നുണ്ട്, പിന്നെ ഊക്കണന്റെ വീഡിയോന്റെ ലിങ്ക് അടി കൊടുക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ലോകത്തോലൊരു മലയാളം പരീക്ഷയ്ക്ക് ഒരു കഥ എന്തായാലും നമുക്ക് നമ്മളെ വീട്ടിലെടുക്കാം. അമ്മയ്ക്ക് ഏകദേശം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കണ്ടുപണ്ട് നേരത്തെ കിട്ടിയില്ല. കണ്ണടയൊക്കെ വീണു. അതാണ് എന്താ ചെയ്യ, തൂറത്തം തൂർപ്പത്ത് കിട്ടാൻ കൊണ്ടാറട്ടെ. ഇവരൊന്നും ഇനി വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം തറേനെ തറ. രാവിലെ ചായ കുടിച്ച് റെഡി ആയി രാവിലെ നീ ചായ കുടിച്ചാ പോലില്ലേ പോലൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനല്ല, അത് പറയുമ്പോ ഒരു മാന്യതയില് പറയണ്ടേ. മാന്യൻ കോപ്പിയുണ്ടായിരുന്നു. മാന്യ വീഡിയോ കണ്ടു അപ്പൊ മനസ്സിലായി മാന്യ അന്തസ് വേണ്ടല്ലേ. അവിലിട്ട് തിന്നാം അതെന്ത് സംഭവല്ലേ? അതങ്ങനെയല്ല, വളിയിട്ട് കുതിർത്തി ശങ്കിക്ക് വേണ്ട, മടലിട്ടൊരച്ചാൽ അവിലിട്ട് തിന്നാം. ഇതൊക്കെ സഹിച്ച് കാണണ്ടല്ലേ, അതാണ് ഇതൊക്കെ സഹിച്ചുകൾ കാണാം. അമ്മയ്ക്ക് ഏകദേശം എന്താണ് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് നമ്മൾ പറഞ്ഞല്ലേ. നമുക്കത് മനസ്സിലായണാവോ, എന്നാലും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബ്ലൈൻഡ് ടെസ്റ്റ് ചലഞ്ച് മനസ്സിലായില്ല, എനിക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പൊ ഗൈസ് അതല്ലേ ഞാനും പറഞ്ഞത്, ഞാൻ രണ്ടോ ഒന്നാണ്. അപ്പൊ ഗൈസ് പറഞ്ഞിട്ട് പറയട്ടെ. അപ്പൊ ഗൈസ് അല്ല പറഞ്ഞോ, അപ്പൊ ഗൈസ് കഴിഞ്ഞിട്ട് പറഞ്ഞോ പറയട്ടാ. അപ്പൊ അമ്മേനോട് എത്തിക്കണം പറയേണ്ടതല്ല പറഞ്ഞ് വായോട്ട് ഇറക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. പോടാ, വീഡിയോ ഇങ്ങനെ കൊളാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ ജന്മങ്ങൾ പോടുത്. അപ്പോൾ അമ്മേനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി എന്താ ഞാൻ ഇനി അമ്മേൻ്റെ അവിടെ ഇരുന്നിട്ടാ ഇനി നമുക്ക് കണ്ണിറങ്ങാം. അപ്പൊ അവള് ഇതേറ്റ് വരിച്ച് കാവാലം ചട്ടികൾ തോർത്തുകൾ, മുറുക്കത്തിലും കാവാലം തോർത്തുകൾ ആദ്യമായി പറയൂ. ഇറുക്കത്തിലും മുറുക്കത്തിലും കാവാലം ചട്ടികൾ അത് മാറി തോർത്തുകൾ. മതി 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 മതി. അപ്പൊ ആദ്യം നമുക്ക് കെട്ടട്ടാ, നോക്കി കെട്ടിട്ടാ, കറക്റ്റ് കാണരുത് കേട്ടോ കണ്ണ്. മൂക്കട്ട ഇതെത്ര ഇതെത്ര കെട്ട് എന്തിനും വെക്കണേന്നടാ. എന്ത് കാട്ടൊരു മെല്ലെ കെട്ടടാ. അപ്പൊ അമ്മേനെ എടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ ഇല്ലടേ ഇതെത്ര വെച്ചപ്പോ ഇല്ലടാ കോഴിയടാ ഇല്ലടാ അങ്ങനത്തെ ഒക്കെ ഒരാടല്ലോ ഉണ്ടാക്കട പോടാ. അടാ സൗണ്ട് കേട്ട് അടാ അപ്പൊ കാണുന്നുണ്ട്. വല്ലാത്തൊരു കീടുള്ള ഇത് കാണുന്നുണ്ട്. ഞാൻ ഇവിടെ നിൽക്കും ഇവിടെ ശബ്ദം കേൾക്കൂല പൊട്ടാ. തൊട്ട് അമ്മക്ക് അറിയുന്നുണ്ട് കണ്ട. അപ്പൊ അമ്മ ഈ ബോൾ എടുത്ത് ഉടച്ച ഇടുക്കി
കൈ കൊണ്ടുവരാ. ആ ബോളൊന്നും ഞാൻ വെറുതെ പറഞ്ഞു. അപ്പൊ ഇനി എന്താ അറിയോ, ഞാൻ ഇനി നമുക്ക് ഏപ്രിൽ ഫുളിന്റെ അന്ന് ഫുള്ളാക്കിയത് പറഞ്ഞോണ്ട് ഫുള്ളാക്കിയത്. ഹലോ ഗൈസ്, അപ്പൊ ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും ഏപ്രിൽ ഫുൾട്ടാ. അമ്മേനെ ഇവിടെ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ കുറച്ച് ഇതിനിവിടെ ഇരുത്തിട്ട് നമുക്ക് പോവാ. അമ്മേനെ ഇവിടെ ഇരുത്തിയിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് വരാം. അപ്പോൾ എന്ത് ചെയ്യും, അത് അമ്മ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യില്ല, അമ്മ കൈ കൊണ്ടൊക്കെ തൊട്ട് നോക്കും. ഞാൻ പറയും, അതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നതിനനുസരിച്ച് അമ്മ ചെയ്യും. അപ്പോൾ എന്നിട്ട് എന്താ ചെയ്യുക, അതെന്താ സാധനം എന്നുള്ളത് അമ്മ കണ്ടുപിടിക്കണം. അതാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് നേരെ അതിലോട്ട് കിടക്കാം. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഏട്ടൻ കൊണ്ടുവന്നിരിക്കുന്നത് സോറി ഗൈസ്, പറയാൻ പാടില്ല. അല്ല കടിക്കൂ, അല്ലല്ല കടിക്കൂ. അമ്മ കൈ എടുക്കമ്മ, അമ്മ കടിക്കൂട്ടാ, പൊളിക്കേ. എന്താണ് കടിക്കുന്ന സാധനം എന്താ? സംഭവം ഇപ്പൊ കാണിച്ചു തരാം. സംഭവം എന്താ അറിയോ, എവിടെ ഞാൻ മെല്ലെ അവിടെ താഴത്ത് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഇങ്ങനെ നോക്കുന്നുണ്ട്. നീ മെല്ലെ തൊട്ട് നോക്ക്, എന്താ പറയാ, കണ്ണ് കട്ടി എങ്ങനെ കാണുക? നോക്കിട്ട് ഇതെന്താടാ? നോക്കിട്ട് എടുത്തോ. എന്തത് എവിടെയാണ്? എവിടെയാണ് പറഞ്ഞു നോക്കിതാ, നോക്കാക്കി പറ്റണ്ടടാ. ഇതെന്താടത്? അതെന്താ, എടുത്തോക്ക്, കയ്യിലെടുത്തോക്ക്. അതെന്താ സാധനം, ഇത്രയും കാലം അടക്കലല്ലോ. ആടത് വെള്ളമൊക്കെ ഉണ്ട്. തേങ്ങയാണ്? തേങ്ങനല്ലേ? തേങ്ങ. ഞാൻ ഈ പൊട്ടനോട് ഞാൻ പറഞ്ഞാണ് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും എടുക്കണ്ട. അടുക്കളയിലൊക്കെ പണിയെടുക്കുന്ന അമ്മമാർക്ക് കൊണ്ട് തേങ്ങ അറിയില്ല. വേറെ സംഭവം എടുക്കാം, അത് വെറൈറ്റി ആയിരിക്കും. എന്ത് വെറൈറ്റി? ഞാൻ കാണിച്ചു തരാം. റെഡിയാക്കാം. ഇനി അമ്മ അതൊന്ന് ടച്ച് ചെയ്യൂ. എന്ത് ഇവരെ വിശ്വസിക്കാൻ പറ്റൂല. പിന്നെ കൊറേ ഇങ്ങനെ അതേപോലെ കളിപ്പിച്ചാണ് ഇട്ട. എന്താടാ ഇപ്പൊ? ഒന്നുമില്ല, എടുത്തു കൈ. എനിക്ക് പേടിയാണ്, എന്തോ ഉണ്ട്. ഇങ്ങനെ വിശ്വസിക്കാൻ വയ്യ. രണ്ടോട് കള്ളന്മാരാണ്, രണ്ട് കള്ളന്മാരാണ്. എന്തോ വെള്ളമൊക്കെ ഉണ്ടല്ലോടാ. ഇതെന്താണ്? എനിക്ക് പേടിയട്ടാ. പ്രണവ അണ്ണൻ്റെ അടുത്ത് കിട്ടൂട്ടാ. എന്താണ് സാധനം? പല്ലീനെ കൂറാൻ അതിന് കൊണ്ടുവിട്ടത്. എനിക്ക് പേടിയാ. ആ ജീവം ഉണ്ടാവും എന്തെങ്കിലും. എനിക്ക് പേടിയാവും കേട്ടോ. എന്താണത്? ഗെയിം മാറ്റാൻ പാടിയാ. ഗെയിം മാറ്റാൻ പാടിയാ. ഇതെന്താ പറയാ, ഞങ്ങൾക്ക് കിട്ടിയ മീനാണ്. പക്ഷെ ജീവൻ പറഞ്ഞില്ല, ഇവര് വല്ലാത്ത സാധനങ്ങളാണ്. വല്ലാത്ത സാധനങ്ങളാ ഞങ്ങൾ. പാവ എന്തൊന്നും കാട്ടൂല, ഒന്നും കാട്ടൂല. ആ മീനിന്റെ കൈ ഏട്ടന് പിടിക്കാറില്ല. മീനിന്റെ കൈ മറ്റേ കുത്തിയിരുന്നെങ്കിലോ? അവിടെ വയ്ക്കണ എന്ത് ചെക്കനാണ്. അപ്പൊ ഇവനെ കൊണ്ടുപോയിട്ട് ഞാൻ ടാങ്ക് കൊണ്ടുവരട്ടെ കേട്ടാ. ബൈ. വരാം. ഇതുപോലത്തെ വീഡിയോകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുവന്നത് കേട്ടോ. വിചാരിക്കരുത്. അപ്പൊ അമ്മ ആകെ പേടിച്ചിരിക്കണ്ട. ഇനി അടുത്ത എന്താന്ന് അമ്മക്ക് എന്താ അടുത്ത്? അടുത്ത് നിങ്ങളുള്ള സാധനം കൊണ്ടല്ലോ. ഇത് മറ്റേ ആടുപോകത്തെ മൂക്കടക്കം കെട്ടിക്കുന്നു. ഞാൻ കാണണ്ട വെച്ചിട്ട് നേരത്തെ ഇങ്ങനെ നോക്കിക്കണേ. നേരത്തെ ഒളിഞ്ഞു നോക്കിയിട്ടുള്ള ആ ഓട്ടാണ് ഓപ്പൺ ആക്കുക. കുറച്ച് പണിയാറ്റി മൂക്കടക്കം കെട്ടിക്കുന്നു. അത് നേരത്തെ എന്ത് സംഭവം അറിയോ? എല്ലാം കാണും, അതുകൊണ്ടാണ്.
ഇല്ല കാണണൊന്നുമില്ല. ഇപ്പൊ കാണൂല. എന്റെ ഒരു പണി. അത് സംഭവേ നേരത്തെ അമ്മ നേരെ കണ്ടപ്പോ നേരെ പൊട്ടിയാണ് തൊട്ട് ഓടിക്കണമ്മ. അപ്പൊ ഇനി നമ്മൾ വെക്കാൻ പോകുന്നത് ഇതാണ് കേട്ടോ. ഇതെന്താന്നുള്ളത് പെട്ടെന്ന് പിടുത്തം കിട്ടൂല, എന്നാലും ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് പിടുത്തം കിട്ടും. എന്താ നോക്കുക, ഇത് അമ്മക്ക് മനസ്സിലാവാനേ, ഇതെന്താണത്? ഇത് മനസ്സിലാവാൻ എന്ത് സാധന ഇതൊക്കെ? ഇതെന്താ സാധനം? അടുക്കളയിൽ ഉപയോഗിക്കുന്നതാ? അടുക്കളയിലല്ല, ഇത് നമ്മള് മറ്റേ എയറോപ്ലെയിനിലൊക്കെ ഉപയോഗിക്കൂലേ എഞ്ചിന്റെ അവിടെ. സാധനം എനിക്ക് മനസ്സിലായില്ലടാ. അല്ല പിന്നെ ഞാൻ എന്താ പറയാ, ഇത് പറഞ്ഞു കൊടുത്താണ്ട് എനിക്ക് കണ്ണാണെങ്കിൽ ഞാൻ പറയില്ലേ, കൈകൊണ്ട് നോക്ക്. പിന്നെ കൈ കൊണ്ടല്ല കാലോണ്ടാണോ നോക്കുന്നത്? എൻ്റെ ചളി ഒഴിവാക്കി. ഈ ചളികൾ എന്താണത് റജുവാ? അതെന്താന്ന് ആ എന്താന്ന് ഞാൻ പറഞ്ഞ ഇങ്ങനെ വീഡിയോ ബ്ലൈൻഡ് ടെസ്റ്റ് പറഞ്ഞു. വല്ലാത്തൊരു ടെസ്റ്റായി പോയിട്ടോ. അയ്യോ, എന്താന്ന് പറയും. ഇതിലത് തിന്നാൻ പറ്റുന്ന എന്തെങ്കിലും ആണോ? ആ തിന്നാൻ പറ്റില്ല, തിന്നോക്കി. തിന്നാൻ പറ്റത് മൂടിയതിന് മൂടിയോ? മൂടിയുണ്ട് അതിന്. മൂടികൾ മൂടികൾ തുറക്കാൻ പറ്റില്ലല്ലോ. അത് എന്താ സാധനം? മണക്കാൻ പറ്റുമോ? ആ ഏയ് മണത്താ അറിയാ. ക്ലൂ കൊടുക്കല്ലേ. അമ്മ മണക്കണതിൽ വിദഗ്ധ കേട്ടാ. ടോണിക്ക? ആഞ്ഞു മരിക്കട്ട പോവട്ട് കാറ്റ്. എന്തെങ്കിലാണോ? ചുമര കുപ്പിമരുന്നിട്ടാണോ? എന്റെ ചുമന്റെ കുപ്പിയരിന്റെ വായിക്കുക. അതന്നെയാണിത്. അതല്ലേ അതല്ലേ, അതിന്റെ ഒരു മണം സ്മെല്ല് പോലെ. അതാ അതിന്റെ സ്മെല്ല ഉണ്ടാവാ. എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായിട്ടില്ലടത്. ഇതാണ് ടോണിക്കിന്റെ ഒരു മണം ഉണ്ട്. ടോണിക്കിന്റെ ഉണ്ടാവും. എന്താ? ആ ഞാൻ പറഞ്ഞേ ടോണിക്കിന്റെ മണം ഉണ്ടാവും. ചുമര ടോണിക്കിന്റെ ഒന്നല്ല ഉണ്ട്. പക്ഷെ നല്ല സ്മെല്ലട്ടൊക്കെ. എന്ത് സ്മെല്ല. അടുത്ത സ്ഥാനത്ത് വരാം കേട്ടോ. ഇതും ഇതാ തന്നെ. ഇത് അല്ല, ഒരാൾക്ക് 3 അല്ലേ ഉള്ളൂ. ആ ഒരാൾ മതി. ആയിക്കോട്ടെ, ഇനി വേറെ തിരിഞ്ഞ് വേറെ ആൾ. അമ്മേന്റെ കൈ കൊണ്ട് തന്നെ ആയിക്കോട്ടെ. ഞാൻ 2 സാധനം തരും, നിങ്ങൾ തിന്ന് നോക്കാം, ടേസ്റ്റ് കടിച്ചു നോക്കാം. ഇതെന്താ അവിടെ തിന്നാളാണ് എനിക്കാട്ര. തിന്നാതെ അവളെ എങ്ങനെ കൊണ്ടുവരാം ഞാൻ. എന്താ തവളന്റെ തൊടൊക്കെ കാണണം. ചോറിത്തവളയാണ് അതിനെ പറ്റി പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ ഫുള്ളിന്റെ അന്ന് രാവിലെ പലഹാരപ്പൊതി കൊടുന്ന തന്നിട്ട് തവളനെ കൊടുന്നായിരിക്കും. അതേപോലെ ചെയ്യും നിങ്ങള്. അത് അപ്പുറത്തെ വീട് ചെക്കനെ ഞാൻ കണ്ടെന്നറിയില്ല, അവൻ തവളേനെ പിടിച്ചിട്ട് പെട്ടിയിലയക്കാണ്ട് ഇവിടെ കൊടുക്കുന്നത്. ഞങ്ങള് നല്ല വലിയ കാര്യത്തിൽ പോയിട്ട് കൈയിട്ടാണ് തവളേന് സംഭവം. അത് ആകെ പേടിച്ച്. ഇതിന്റെയൊക്കെ ബാക്കിയല്ലേ അത്ര പ്രതീക്ഷ. എന്റെ ബാക്കി തന്നെയല്ലേ ചൂ, വേറെ ബാക്കി തന്നെയല്ല. അപ്പൊ ഈ ഒരു സാധനം, അതായത് മനസ്സിലായില്ലേ ഏത് സാധനം എന്നുള്ള, ഈ കളിക്കില്ലേ ഈ ഒരു സാധനം, ഇത് നിങ്ങൾക്ക് ടേസ്റ്റ് എങ്ങനെ നോക്കാം. ആവശ്യമില്ലാത്ത ചളികൾ അടിക്കല്ലേ കുതിര. പോടുന്ന് എന്ത് എക്സാമ്പിൾ പോടുന്ന് ഇവിടേക്ക് അത് ഞാൻ കാണിച്ചു തരാം. ഇതാ ഈ 2 സാധനങ്ങളുണ്ട്. 2 സാധനങ്ങള ഈ രണ്ടെണ്ണം ഉണ്ട്. ഈ സാധനം എന്താന്ന് ഇത് കടിച്ചു നോക്കാം. കടിച്ചു നോക്കാം. ഞാൻ വെക്കാം. അല്ല ആദ്യം കൈ കൊണ്ട് തൊട്ട് നോക്കും, എന്നിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ കടിച്ചു നോക്കാം. 2 ഉണ്ട്. എന്തൊക്കെയാണ് എന്താന്ന് കണ്ടുപിടിക്കും. ഇത് 2 ഉണ്ട്. ഒന്നും കൂടി ഉണ്ട്. അല്ല ഒന്നും കൂടി ഉണ്ട്. ആ 2 ലൈറ്റ്.
അമ്മന്റെ കാട്ടിക്കൂട്ടിലുണ്ടാവും കടിച്ചു വെക്കാൻ പറ്റുമോ? തക്കാളിയാ? ഇത് തക്കാളിയാടാ? തക്കാളിയല്ല, കടിച്ചു ഇജ്ജെന്ത് പറയുന്നു തക്കാളി ഇല്ലാതെ? തക്കാളിയല്ല പറഞ്ഞത്. കടിച്ചു നോക്കുക, ഇത് കടിച്ചു നോക്കുക. കഴിക്കും. മനസ്സിലായില്ല, എന്താ മനസ്സിലായി? കയ്പുണ്ട്. കയ്പക്ക ഇതെന്തെങ്കിലും മനസ്സിലായില്ല? പുളി സ്മെല്ല് മനസ്സിലായില്ല? നാരങ്ങയാണ്. എന്തിനെങ്കിലും പറ്റും. പക്ഷെ ഇത് നാരങ്ങല്ല, ഇത് നാരങ്ങല്ല. ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നാരങ്ങല്ല. പിന്നെന്താ? ഒന്നുകൂടി അടിച്ചു നോക്ക്, ഒന്നുകൂടി അടിച്ചു നോക്കി. ഒന്നുകൂടി അടിച്ചു നോക്ക്. നാരങ്ങല്ല, ഇത് കടിച്ചു നോക്ക്. നാരങ്ങനെയാണ്. കടിക്കുന്നത് കടിച്ചു നോക്കിയേ. നാരങ്ങ, ഇനി ബാക്കിയുണ്ടെന്ന്. നാരങ്ങ ബാക്കി കുറച്ചുകൂടി ഉള്ളല്ലേ നാരങ്ങ പേരക്ക. അപ്പൊ നാരങ്ങയാണ് പേരക്കടോ? അല്ല, നോക്കൊന്നുകൂടെ ടേസ്റ്റ് ചെയ്ത് നോക്കി. തുറന്നു നോക്ക, തുറന്നു നോക്ക്. വെച്ചിട്ട് ഞാൻ കടിച്ചതെന്നാ. പേരക്കുണ്ട്, നാരങ്ങ. നല്ല കയ്യിലാക്കിയിരിക്കുന്നില്ല ഈ. പേരക്കുണ്ട്, നാരങ്ങ. തെണ്ടി കടിച്ചു. ഇനിയിപ്പോ പ്രത്യേകിച്ച് എലി കാരണ്ടി. സ്മെല്ല് ചെയ്ത് ഇത് ഏതാണ്? ഇത് പക്ഷെ ഒറ്റ ഉത്തരേ പറയാൻ പാടുള്ളൂ. ഉത്തരം പറയുമ്പോൾ ഒറ്റ ഉത്തരേ പറയാം. ഒറ്റ ഉത്തരം പറഞ്ഞാൽ ഒറ്റ ഉത്തരേ പറയാൻ പറ്റുള്ളൂ. വേറെ മനസ്സിലാവൂലേ? പറയട്ടെ, ഒറ്റ ഉത്തരേ പറയാൻ പാടുള്ളൂ. കൂടുതൽ ചോദിക്കാൻ പാടില്ല. സ്മെല്ല് ചെയ്യാം. ഒരു കൊണ്ടാ സ്മെല്ല് ചെയ്യാ. ഞാൻ കൊടുക്കുന്നത് ഏതാന്നുള്ളത് പറയാം. മനസ്സിലായില്ലേ? സ്മെല്ല് ചെയ്യാം. കട്ട് ചെയ്യൊന്നും വേണ്ട. ചെറിയ കുട്ടിയാണ്, വലുതൊന്നുമല്ല. ചെറിയ കുട്ടിയാണ്. ശരിക്കും പിടിച്ചട്ടാ. ഇനി കസാര ചാടാൻ സമ്മതിക്കട്ടെ. കസാര ഒതുക്കിക്കണം. എന്ത് സാധനം കണ്ണിക്ക് പേടിയാ? എനിക്ക് പേടിയാണ്. കടിക്കൊന്നില്ലാതെ ജീവൻ കടിക്കൊന്നില്ലാതെ പേരക്കാൻ സ്മെല്ല് ചെയ്യാം. അത് സംഭവം അറിയാം. ഇന്റെ വായനാറ്റും ഇത് രണ്ടും കൂടി ആയപ്പോ വേറെ സാധനം. എന്ത് സാധനം ഇത്? എന്താടാ? എനിക്കറിയണ ഇതെന്താ സാധനം? എന്താണത്? പ്രണവേ അല്ലെൻ്റെ അടുത്ത് കിട്ടൂട്ടാ. ആ അത് അപ്പൂ. അത് അവിടേക്ക് പറയട്ടെ പാട്. നല്ല കിട്ടൂട്ടേ. മറക്കട്ടെ എനിക്ക് പേടിയാ. മതിട്ടാ, ഇനി മതി. ഗെയിമും ഇതൊക്കെ. അയ്യോ കണ്ണൻകുട്ടി, കണ്ണനാ. ഇതാണല്ലേ ഞാൻ വിചാരിച്ചത്. ഐശ്വര്യ വേറെ സംഭവം എന്താണ്? എന്തുണ്ടായി? വീഡിയോ കാണുമ്പോ എന്താ സാധനം? ഒരു ഉള്ളിക്ക് ഇത്രയും റിയാക്ഷൻ കൊടുക്കാൻ ഞാൻ ഇതിപ്പോ ഉള്ളി ചെയ്താ മതി. ഇത് ഫസ്റ്റ് ഞാൻ എന്താ വിചാരിച്ചു? പാവം അത് പാരായി. നിങ്ങൾ വെച്ചിന്റെ വായന്റെ പഠിക്ക് കൊണ്ടിരുന്ന അതിനും പഠിക്കൂല. ഞാൻ അത് വിചാരിച്ചു. സത്യം അതിന് എനിക്ക് പേടിയാവും. എന്റെ കൈ ഇവിടെ തട്ടി. ഞാൻ ഒരു വഴുക്കലും ഒന്നും കൊണ്ടാത്തി വെച്ചിട്ട് പേടി. അയ്യോ, അത് എന്റെ കയ്യാ, എന്റെ കയ്യാ. വേർത്തിട്ട് വിളിക്കും. സത്യട്ടാ ഞാനതാ അത് ഉള്ളിന്റെ സ്മെല്ലെടുത്തില്ല, ഇന്റെ സ്മെല്ലെടുത്തേ. അത് ഇരിക്കുന്ന കണ്ട അവിടെ ഇരിക്കുന്ന മീനെ അതിനെ കൊണ്ടുപോയിട്ട് ഇവിടെ എടുത്തിടും വരും. വല്ല രണ്ടാള് നല്ല സാധനങ്ങളാ. എന്ത് കാട്ടേ. അടുത്ത പ്രാവശ്യം സൂപ്പറായിട്ട് ചെയ്യാം. ഒന്ന് പാളിയ. ചിലവർക്ക് റെഡി ആവും, ചിലവർക്ക് റെഡി ആവില്ല. പക്ഷെ നമ്മളിത് റെഡി ആയില്ല, എന്നാലും കുഴപ്പമില്ല.
അമ്മ ഞാൻ മണപ്പിക്കുന്ന മീൻ മണപ്പിക്കുക എന്താ ഇത് അല്ലേ അടാ ഓഫാടാ ഏപ്രിൽ ഫുൾ ഏപ്രിൽ ഫൂള് എടാ, ഏപ്രിൽ ഫൂള് കഴിഞ്ഞ് ഏപ്രിൽ ഏപ്രിലാണ്, പക്ഷെ 1-ാം തീയതി പറയണം. 1-ാം തീയതി പറയും. ഞാൻ 1-ാം തീയതി 2-ാം തീയതി എനിക്ക് എല്ലാ ദിവസവും ഒരേ വരും. എല്ലാം കണക്കാ. ആ, എനിക്ക് എല്ലാം കണക്കാം. ആനൊരു പോലെ എനിക്ക് എല്ലാ ദിവസവും ഒരേ വരിക ഒക്കെ ഉണ്ട് ദിവസം. രാത്രി ബുദ്ധി ഉണ്ടാവും വിവരണ്ടാ ഇത് കത്തിയല്ല അല്ല സോറി ഇത് പടവലമല്ല ഇത് വെണ്ടക്കല്ല. അതെ അത് എന്റെ അച്ഛനോട് തന്നിട്ട് അതിലോട് എടുക്കണ്ട. ചോദിച്ചോ പണ്ടച്ചോൻ എന്റെ അച്ഛനായോണ്ടേ അച്ഛനെ അത് കൂടുതൽ പറയുക. അപ്പോൾ ഇതിനും നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ഇല്ലി മുക്കട്ട മതി. ആയി പറയുമ്പോൾ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആയിക്കോട്ടെ. അത് നിങ്ങൾ രണ്ടാളും തന്നെ പറഞ്ഞാൽ മതി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കുക ഗൈസ്. ഇല്ല അവളെ ഇൻട്രോ അങ്ങനെ വിട്ടാ.